ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും പഴവും കൊണ്ട് ഒരു കിടിലൻ വിഭവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഗോതമ്പ് പൊടിയും പഴവും കൊണ്ടുള്ള നമ്മുടെ ഈ സൂപ്പർ ഐറ്റം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 2 ക്യൂബ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് 4 ഏലക്ക ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര മെൽറ്റാകാൻ വേണ്ട വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 ഗ്ലാസോളം വെള്ളമാണ് നമ്മൾ ഈ ശർക്കരയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കാം. ശർക്കര പാനി നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാന് ചൂടാക്കിയെടുക്കാം. പാന് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവർക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഗീ നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തെടുത്തതാണ്. കാഷ്യൂ നട്ട്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാഷ്യൂ നട്ട്സ് ഇനി നമുക്ക് ഗീയിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് റോസ്റ്റായി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ്. 2 എണ്ണം ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു പഴമേ കയ്യിലുള്ളൂവെങ്കിൽ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നന്നായിട്ട് കറുത്തിട്ട് പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകുന്ന ഒരു സൂപ്പർ ഐറ്റമാണിത്. നല്ല ടേസ്റ്റിയാണ്. പഴം നമ്മൾ ഏകദേശം 3 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പഴം വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. ഏകദേശം 5 ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങ ചിരവിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴവും തേങ്ങയും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഇതുപോലൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 2 പഴം എടുത്തത് കൊണ്ടാണ് 1.5 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഒരു പഴമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പകുതി ഈ ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ആദ്യം പകുതി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പകുതി ശർക്കരപ്പാനി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടാൻ. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമ്മുടെ ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് ബാറ്റർ കിട്ടാൻ. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് പഴവും തേങ്ങയുമുള്ള ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് മുഴുവനായിട്ടും നമ്മൾ ബാറ്ററിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മളൊരല്പം ഗീ തടവി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരല്പം വൈറ്റ് എള്ള് ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാണാനൊക്കെ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സ് മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് മുഴുവനായിട്ടും നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം.
കുക്കറിലാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ മിക്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. മിക്സ് നമ്മൾ കുക്കറിൻ്റെ ഉള്ളിലായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഇതിൻ്റെ മുകളിലുള്ള വെയിറ്റൊക്കെ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചും 10 മിനിറ്റ് കുക്കർ തുറന്ന് വെച്ചുമാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചും 10 മിനിറ്റ് തുറന്ന് വെച്ചുമാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ കണ്ടാൽ തന്നെ അറിയാം കുക്കായിട്ടുണ്ട് എന്ന്. സംശയമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് കുത്തി ഇറക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇത് കുക്കായി എന്നാണ് അർത്ഥം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇത് ചൂടെല്ലാം മാറിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഒന്ന് കമിഴ്ത്തി ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും ഇത് കിടു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും കൊണ്ടുള്ള അടിപൊളി ഐറ്റം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.